അത് മുഴുവൻ തിങ്കളറിയും. ഈ സമയത്ത് ഈ അമ്മ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, ഒന്നും പറയില്ല. എന്തെങ്കിലും പറഞ്ഞാലോ അവിടെ ഇടി കൂടും. ഒന്നുമില്ലെങ്കിലോ ഇത് പറയാത്തതാ. ഇന്ദിരാഗാന്ധി തന്റെ മന്ത്രിമാരൊക്കെ ശുണ്ഠി എടുത്തു വരുമ്പോ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ഈ പുഞ്ചിരിയാണ്. ചിരിക്കാൻ നമ്മുടെ ചിരിയൊന്നുമല്ല, അപ്പൊ ഇടിയെന്നോ എന്തൊക്കെയാണോ പറയുന്നത് അല്ലെ. ഹാസം എന്നുള്ളത് എന്താ? ഉപഹാസം, പരിഹാസം, അട്ടഹാസം തുടങ്ങിയിട്ട് ചിരിക്ക 8 മാതൃകകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ചിരിക്കാൻ നമുക്കറിയില്ല, ബാക്കിയൊക്കെ പറ്റും. അട്ടഹസിക്കാൻ നമുക്ക് പറ്റും, പരിഹസിക്കാൻ നമുക്ക് പറ്റും, ചിരിക്കാൻ മാത്രം അറിയില്ല. അപ്പോ ചിരിക്കുകയാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നാരദ മഹർഷി ഇവിടെ പറഞ്ഞു, അവിടുത്തെ പൂജിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി സാക്ഷാൽ രാജാവ് ചക്രവർത്തിയായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് നിർദ്ദേശിച്ചതനുസരിച്ച് ഇവിടത്തെ ആമന്ത്രണം ചെയ്യാൻ, അവിടുത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്, ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രവണാൽ, കീർത്തനാൽ, ധ്യാനാൽ പൂയന്തേ അന്തേവസായിന തവ ബ്രഹ്മമയസ്യേശ കിമുത അധോക്ഷജാഭിമർശന. ഗുരുവായൂരപ്പ ഒന്ന് കണ്ടാൽ, ഒന്ന് കീർത്തിച്ചാൽ, ഒന്ന് സങ്കല്പിച്ചാൽ എല്ലാ തരത്തിലുള്ള പാപങ്ങളും ഇല്ലാതെ കണ്ടാവും എന്നുള്ള ആ ഗുരുവായൂരപ്പന്റെ മഹത്വം ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ വിശിഷ്ടമായ ഒരു യാഗം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജസൂയ യാഗം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ വേണ്ട രീതിയിൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നാരദനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. സദസ്സില് 2 അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒരു ആൾക്കാരെന്താ പറഞ്ഞിരിക്കണത്? ഒരു ദൂതൻ വന്നിട്ട് എന്താ പറഞ്ഞേ? ജരാസന്ധന്റെ തടവറയിൽ കിടക്കുന്ന ഞങ്ങളെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ എന്ന പ്രാർത്ഥന. മറ്റൊരു ദിക്കില് തന്റെ ഏകനായിട്ടുള്ള യുധിഷ്ഠിരൻ രാജസൂയത്തിനായി ക്ഷണിക്കാൻ നാരദ മഹർഷിയെ പറഞ്ഞ് വിട്ടിരിക്കണം. ഇതിൽ 2 എന്ത് ചെയ്യും?